നമസ്കാരം. അമേരിക്കൻ ജാലകത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ജാലകത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജാലകം തുറന്നാൽ വിസ്മയം, ജാലകം തുറന്നാൽ അത്ഭുതം, മലയാള പെരുമ നിറയും ജാലകം, അമേരിക്കൻ ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം. ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ ആശീർവദിക്കുക. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും ലോകത്തെ നയിക്കുവാനുള്ള പുതിയ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ വാക്കുകളായിരുന്നു ഇവ. ലോകത്തെ സമൂഹത്തെ നയിക്കുവാൻ എന്നും ഇത്തരം വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുദേവൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, മുഹമ്മദ് നബി, മഹാത്മജി, ശ്രീബുദ്ധൻ ഇവരെല്ലാം അതിന് ഉദാഹരണങ്ങളായിരുന്നു. അവരുടെ ജീവിതം തന്നെയായിരുന്നു അവർ ലോകത്തിന് നൽകിയ സന്ദേശം. മാർപ്പാപ്പ എന്നത് ഒരു പ്രതിരൂപം മാത്രമാണെങ്കിൽ അതിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ മനുഷ്യരൂപം ലീനമായിരിക്കുന്നു. ജാലകത്തിലെ ആദ്യത്തെ വിശേഷം കണ്ടിട്ട് തിരിച്ചു വരാം. മൃത്യോമ അമൃതംഗമയ, മനുഷ്യരക്ഷയ്ക്കായി ദൈവഹിതപ്രകാരം അമരത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട ചരിത്രപുരുഷൻ്റെ പാവന സ്മരണ കൊണ്ടാടുന്ന ഒരു ധന്യമുഹൂർത്തമാണല്ലോ ഈസ്റ്റർ. ഈ സുദിനത്തിൽ ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ, സെൻറ്റ് ജെയിംസ് ക്നാനായ, IPC ഹെബ്രോൺ എന്നീ ദേവാലയങ്ങളിലെ ഗായക സംഘാംഗങ്ങൾ ആലപിക്കുന്ന ഭക്തിനിർഭരമായ ഈസ്റ്റർ ഗാന ശുശ്രൂഷയാണ് ഇന്നത്തെ അമേരിക്കൻ ജാലകത്തിൽ പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. സകിലം കബറു തുറന്നു നരകം വിലപിച്ചു, മരണത്തെ ജയിച്ചിടും
സഹിതം കബറു തുറന്നു നരകം വിലപിച്ചു വിലപിത നാരികളവിടെയണഞ്ഞു കർത്തൻ തന്നുടെ ദേഹത്തെ നീക്കിയോ യുദ്ധത്തവറിനും വീരരാം തന്നുദ്ധാനം അത്ഭുതമാ. യേശുദാ
സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായും നീ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോ നീ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് കുഞ്ഞാടേ വാഴ്ത്തുവിൻ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാവർക്കും ലോകത്തെ നയിക്കുവാൻ സാധിക്കുകയില്ല. ലോകത്തിന്റെ സ്നേഹവും അംഗീകാരവും ലഭിച്ചവരാണ് എല്ലാ ജനനായകന്മാരും. അത് അവരുടെ ജീവിതത്തിലൂടെ അവരുടെ കർമ്മങ്ങളിലൂടെ അവർ നേടിയെടുത്തതാണ്. അവരുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ഓരോ നടപ്പിലും എടുപ്പിലുമെല്ലാം ലോകത്തിന് അവർ മാതൃകയായി. അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലൂടെ തന്നെ അതേ വഴികളിലൂടെ അവർ ലോകത്തിലേക്ക് നടന്നു കാണിച്ചു. എല്ലാത്തിലും അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു, വ്യത്യസ്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ. ഇത്തരം വ്യക്തികളുടെ നടപ്പിലും എടുപ്പിലും ലോകത്തിന് അവർ മാതൃകയായി. അവരുടെ ഓരോ പ്രവൃത്തിയും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ജാലകത്തിലെ അടുത്ത വിശേഷം കണ്ടിട്ട് തിരിച്ചു വരാം. അമേരിക്കൻ ജാലകത്തിൻ്റെ ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സത്യ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ മെയിൻ ഷെഫായ പ്രസാദ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് പ്രസാദിനോട് ചോദിക്കാം എന്താണ് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഹലോ പ്രസാദ്, വെൽക്കം ടു ടേസ്റ്റ് ടൈം. താങ്ക് യു. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എന്ത് വിഭവമാണ് പ്രസാദ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? പിടി ആൻഡ് കോഴിക്കറി ഇസ് എ ടിപ്പിക്കൽ ഫുഡ് ഓഫ് കോട്ടയം. അതെല്ലാവർക്കും മിസ് ചെയ്യുന്നൊരു. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, പിടിയും കോഴിക്കറിയും. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയാമോ? ബേസിക്കലി കേരള ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി സ്റ്റാർട്ട് വിത്ത് കോക്കനട്ട് ഓയിൽ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റാർഡ് ഉണ്ട്,
റെഡ് ചില്ലി ഉണ്ട്, കറി ലീവ്സ് ഉണ്ട്. ഇത് വെച്ച് നമ്മൾ ടെമ്പർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഈവൻ ഓണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി എല്ലാം, ഗാർലിക്, ജിഞ്ചർ ഇതെല്ലാം വെച്ച് ടെമ്പർ ചെയ്തിട്ട് ഈ ചിക്കൻ നമ്മളിലേക്ക് ആഡ് ചെയ്യും. നോർമലി ചിക്കൻ കറി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ പറയുന്ന മസാലകൾ, ഗരം മസാലയുണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, ടെർമറിക് ഉണ്ട്. ഓക്കെ പ്രസാദ് റെഡിയല്ലേ? ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ വയ്ക്കുന്നു. അത് ചൂടാക്കിയതിന് ശേഷം കോക്കനട്ട് ഓയിൽ, ഇനി അത് ചൂടാവട്ടെ. അത് ചൂടായതിന് ശേഷം മസ്റ്റാർഡ് ഇടുന്നു. മസ്റ്റാർഡ് ഒന്ന് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് റെഡ് ചില്ലി ആഡ് ചെയ്യുന്നതിലേക്ക്. അതിനുശേഷം കുറച്ച് കറി ലീവ്സ്, എന്നതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഒനിയൻ ആഡ് ചെയ്യുന്നു. ജിഞ്ചർ, garlic, some green chilies, ബ്രൗൺ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. until it's become brown. നമ്മളിതിൽ കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ടോ? ലാസ്റ്റ് ഫിനിഷിങ്ങിൽ മാത്രമേ നമ്മളത് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറും ഫ്ലേവറും മാറിപ്പോകും. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി നല്ല ഫ്ലേവർ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്യാൻ പോവാണ്. മസാല എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ പൗഡേഴ്സ് എന്തൊക്കെയാണത്? അതിൽ ടെർമറിക്, ചില്ലി പൗഡർ, little bit of garam masala, fine, and some coriander powder. And we're going to add something special as a song, special flavor for this. Yeah, that's fine. Now finally you can add the salt, little more. Yeah. The procedure, now we're going to add the chicken on this. ഓക്കെ. ഇതിനെ സിമ്മറിലേക്ക് ഇട്ടിട്ട് സ്ലോ ഫയറിലേക്ക് ആക്കുക. പ്രസാദ് ഇത് ഏകദേശം കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു കറിയായിട്ട് ഇത് റെഡിയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇത് പിടിയുടെ കൂടെ ആയതുകൊണ്ട് ഈ കറിയിലേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് മിൽക്ക്. അതിനുശേഷം കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഒരു സ്പൂൺ, ദാറ്റ്സ് ഫൈൻ. കുറച്ച് സിലാൻഡ്രോ, ഒരു 3-4 പീസ് ഗ്രീൻ ചില്ലി, ആൻഡ് സം ടൊമാറ്റോസ്. That's it. So the tomato will give the taste of sour. Yeah. So just mix it well. And it was done. നമ്മുടെ കോഴിക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പിടിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷനാണ് പിടി. അമേരിക്കൻ ജാലകം. പ്രസാദ് നമ്മൾ എങ്ങനെയാണ് പിടി ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നമ്മളുടെ കോഴിക്കറി ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനാണ് ഈ പിടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പെർഫെക്ഷൻ. ഇവിടെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഒരു ഷെഫുണ്ട്. സോ ഹി വിൽ ഡു ദാറ്റ്. എന്താണ് നമ്മുടെ ഷെഫിൻ്റെ പേര്? ബിപിൻ. ഹി വിൽ ഡു. അപ്പോൾ നമ്മളിനി പിടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ബിപിൻ ഒന്ന് പറയാമോ? പറയാം. ഇത് ജീരകം, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഉപ്പ്, പിന്നെ ചെറുള്ളി, പിന്നെ കറി ലീവ്സ്, പിന്നെ ചിരവിയ തേങ്ങ, പിന്നെ അരിപ്പൊടി, പിന്നെ ഫൈനലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തേങ്ങാപ്പാൽ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ പിടിക്ക് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് തേങ്ങ ഒതുക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ, പിന്നെ ചെറുള്ളി, ഇതിലൊരു 2 അല്ലി ഇട്ടാൽ മതിയാവും, ജീരകം ഒരു ചെറിയ സ്പൂൺ, പിന്നെ വെളുത്തുള്ളി
അതും ഒരു ചെറിയ സ്പൂൺ മതിയാവും. പിന്നെ ഉപ്പ് ഒരു ചെറിയ സ്പൂൺ. ഇത്രയുമാണ് നമുക്ക് ക്രഷ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി നമുക്ക് ചേർക്കാം. ഒരു കപ്പ് അരിപ്പൊടി. ചൂടുവെള്ളം ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ മിക്സിങ് വരും. മതിയാവും. പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ചേർക്കാം. ആ ജീരകത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ബോൾ പിടിക്കാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ബോൾ പിടിക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണോ? അതെ, ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. സിംഗിളായിട്ട് വേണമെങ്കിൽ എടുത്ത് ഉരുട്ടാം. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളപ്പോൾ ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഈ ഫുഡിൽ ഇതിന് മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഇത് ബോൾസ് ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കുറച്ച് സ്റ്റോക്ക് വയ്ക്കണം. അതിലേക്ക് ചെറിയൊരു സ്പൂൺ ഗാർലിക് ഇടുക. പിന്നെ ജീരകം ചെറിയൊരു സ്പൂൺ ഇടുക. പിന്നെ എന്തിനും വേണ്ട കറി ലീവ്സ് ഇത്രയും ഇട്ടിട്ട് അതിനുശേഷം ഈ ബോൾസ് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ബോൾസ് ഇതിലേക്ക് ഇടാവുന്നതാണ്. നമ്മൾ ഈ ബോൾസ് ഇട്ടതിന് ശേഷം ഇത് എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം? ഏകദേശം ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതിയാവും. അതും അടച്ചു വെച്ച് സ്ലോ ഫയറിലാണ് കുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ പിടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. അധികം ഗ്രേവി ആവാൻ പാടില്ല. അത് നമ്മുടെ കോഴിക്കറിയും പിടിയും റെഡിയായി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യാൻ നമ്മുടെ മെയിൻ ഷെഫിനെ തന്നെ വിളിക്കാം. ഷുവർ. അപ്പോൾ നമുക്ക് ഇതൊരു കോമ്പിനേഷനാണ്. നമുക്കിത് ട്രൈ ചെയ്യാം. തീർച്ചയായും. എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ കറിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. We can try. Sure. വളരെ നന്നായിരിക്കുന്നു. വെരി ടേസ്റ്റി. താങ്ക് യു. ഇന്ന് ടേസ്റ്റ് ടൈമിലെ നല്ലൊരു ഈസ്റ്റർ വിഭവം ഉണ്ടാക്കി തന്ന സത്യ റെസ്റ്റോറൻറ്റിലെ പ്രസാദിനും ബിബിനും നന്ദി. അതുപോലെ തന്നെ ഒരു അവസരം ഉണ്ടാക്കി തന്ന അമേരിക്കൻ ചാലകത്തിൻ്റെ ഈ പ്രവർത്തകർക്കും അതിലെ എല്ലാ വ്യൂവേഴ്സിനും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. എപ്പോഴും ലോക നന്മയ്ക്കും ലോകത്തിൻ്റെ സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെ നമുക്കും അതിനോട് ചേരാം. അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം, ആശിക്കാം. ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ സമാധാനവും നന്മയും നേരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ അയയ്ക്കുക americanjalagam@asianetglobal.com. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. അമേരിക്കൻ ജാലകം.